നിലപാട് എന്താണ്? അതായത് വയനാട് ദുരന്തമുണ്ടായി ഒരു വർഷം കഴിഞ്ഞു. അപ്പോ ഈ ചെറിയ കാലയളവിൽ തന്നെ ലോകത്തിനാകെ മാതൃകയായിട്ടുള്ള സമാനതകളില്ലാത്ത ഒരു ദുരിതാശ്വാസ പാക്കേജാണ് അവിടെ പ്രഖ്യാപിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് വീട് നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഒരു വലിയ ടൗൺഷിപ്പ്, അങ്ങനെ ഒരു ടൗൺഷിപ്പ് നമ്മുടെ രാജ്യത്ത് ഒരു മുൻ അനുഭവമില്ല. അപ്പോ രാജ്യത്തിനും ലോകത്തിനും മാതൃകയായിട്ടുള്ള ഒരു ടൗൺഷിപ്പ് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും സഹായത്തോടു കൂടി സർക്കാർ അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. നിരവധി ആളുകളെ അവിടെ ഇപ്പൊ തന്നെ പാർപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. പക്ഷേ ഇപ്പൊ കാണുന്നത് ആ ടൗൺഷിപ്പിന്റെ മഹിമ ഇല്ലാതാക്കാൻ, ആ പദ്ധതി പൊളിക്കാൻ വേണ്ടി അങ്ങേയറ്റത്തെ രാഷ്ട്രീയ നികൃഷ്ടമായിട്ടുള്ള മനോഭാവത്തോടു കൂടി ഇപ്പോഴത്തെ ഗവൺമെന്റ്, UDF ഗവൺമെന്റ് ഇടപെടുകയാണ്. അതിന്റെ ഭാഗമായി നിങ്ങൾ ചെയ്തു നോക്ക്, അവിടെ അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന, വിജയകരമായി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ മാറ്റുകയാണ്. ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നേരത്തെ ഇവർ പ്രതിപക്ഷത്ത് നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടോ? അവർക്കെതിരായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ആ കാര്യം പറയണ്ടേ? അപ്പൊ പ്രതിപക്ഷത്തിരിക്കുന്ന ഘട്ടത്തിലോ നാളിതുവരെയോ അത്തരം ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് അങ്ങനെ ഒരു ആക്ഷേപം ഉയർന്നിട്ടില്ല. അവർ വളരെ ഫലപ്രദമായി ആ കാര്യങ്ങൾ നിർവഹിക്കുന്നു എന്നാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. അപ്പൊ അങ്ങനെ ഫലപ്രദമായി ആ കാര്യങ്ങൾ, ആ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ എന്ത് താല്പര്യം വെച്ചാണ് മാറ്റിയത്? അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഇനിയിപ്പോ മാറ്റിയാൽ തന്നെ അതിന് പകരം ആളുകൾ നിയമിക്കണ്ടേ? പകരം ആളുകളെ നിയമിക്കാതിരുന്നാൽ ആ പദ്ധതി നീണ്ടുപോകും എന്ന് ആർക്കാണ് അറിയാത്തത്? അങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പോഴും വാടക വീട്ടിൽ താമസിക്കുന്ന ആ വയനാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ വീട് എന്ന സ്വപ്നമല്ലേ നീണ്ടുപോവുക? ഇതിനാര് മറുപടി പറയും? കാശില്ലാത്ത പ്രശ്നമാണോ? DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. 100 വീട് നിർമ്മിക്കാൻ ആവശ്യമായ കാശാണ് ഞങ്ങൾ DYFI സമാഹരിച്ചു കൊടുത്തത്. വിവിധ സന്നദ്ധ സേവന സംഘടനകൾ പണം കൊടുത്തു. അപ്പൊ അതെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടാണ് സർക്കാർ അത്തരം കാര്യങ്ങൾ നിർവഹിച്ചത്. അപ്പോ വളരെ മാതൃകാപരമായിട്ടൊരു പദ്ധതിയെ അട്ടിമറിക്കാൻ രാഷ്ട്രീയ താല്പര്യം വെച്ച് ഇടപെടുന്ന രീതി ശരിയല്ല. സർക്കാർ ഇതിനകത്ത് പിന്മാറണം. സർക്കാർ അവിടെയുള്ള ദുരിതബാധിതരുടെ കൂടെ നിൽക്കണം. അവർക്ക് എത്രയും പെട്ടെന്ന് വീട് നിർമ്മിച്ചു കൊടുക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തണം. പിരിച്ചുവിടപ്പെട്ട അല്ലെങ്കിൽ അവിടുന്ന് മാറ്റിനിർത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അവിടെ പുനർ നിയമിക്കണം. ഇനിയിപ്പോ ഒരു കാരണവശാലും അവർക്ക് എന്തെങ്കിലും അയോഗ്യത ഇവർ കൽപ്പിക്കുകയാണെങ്കിൽ പകരം ആളെ നിയമിച്ച് സാധാരണ ജനങ്ങളുടെ മേലെ ഇത്തരം കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാതെ അവർക്ക് അനുകൂലമായ സമീപനം സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ശരി, വളരെയധികം നന്ദി. VK സനോജ് MLA പ്രതികരിച്ചതിന്. വയനാട്